എന്താണ് അവിടെ സംഘട്ടൻ? മർദ്ദിച്ച കേസിലെ പ്രതികളെ ഹാജരാക്കുമ്പോൾ ജില്ലയിലെ ഉന്നത CPM നേതാവും ഇവർക്കൊപ്പം മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിയിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇത് വളരെ നല്ലൊരു ഇതാണ്. CPM നേതാവ് എത്തിയതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് ഞാൻ അന്വേഷിച്ചതിന് എനിക്കറിയില്ല. നമ്പർ മറക്കണ്ട, ഞങ്ങൾ തന്നതേ ചോറ് തന്നെയാ. പേര് പറ, ആരാ CPM നേതാവ്? CPM നേതാവ്, മുതിർന്ന CPM നേതാവ്. CPM നേതാവിന്റെ പേര് പറ. ഞാൻ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ മദ്രാസിൽ ഇവിടം വരെ കെട്ടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പേര് നിങ്ങൾ കണ്ടുപിടിക്കും. പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയ അറസ്റ്റിലായ നേതാവാണ് താങ്കൾ. ആ ഭീഷണി എന്റെ അടുത്ത് വേണ്ട. അവരോട് ഉടക്കാൻ കൊള്ളില്ല, അടുക്കാൻ ഒട്ടും കൊള്ളില്ല. തല്ലിപ്പുളികളാ, തല്ലിപ്പുളികൾ. ആ ഭീഷണി എന്റെ അടുത്ത് വേണ്ട. പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തി അറസ്റ്റിലായ നേതാവാണല്ലോ താങ്കൾ, അല്ലേ? തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തി അറസ്റ്റിലായല്ലോ. ആ ഭീഷണി എന്റെ അടുത്ത് വേണ്ട. കഴിഞ്ഞ ദിവസത്തെ പത്രം എടുത്ത് വായിക്കൂ. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. സിദ്ധാർത്ഥിന് 3 ദിവസം ഭക്ഷണം നിഷേധിച്ചിട്ടില്ല എന്നും ഒറ്റ ദിവസമേ മർദ്ദിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ടുള്ള പ്രതികരണം നൽകിയ ചില കള്ള നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇവൻ പൊട്ടനാണ് മുതലാളി. നിങ്ങൾക്ക് എന്തിലെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങൾ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ? ഒച്ചപ്പാട് കഴിഞ്ഞോ? ഒച്ചപ്പാട് കഴിഞ്ഞോ? നേതാവ് രമേശ് ചെന്നിത്തല അല്ല, ഒച്ചപ്പാട് കഴിഞ്ഞില്ല. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഞാൻ അലമ്പുണ്ടാക്കണോ? എന്റെ അവസാനത്തെ ആഗ്രഹം ഇന്നത് കേൾക്ക്. നിങ്ങൾ കുറച്ച് അസഹിഷ്ണുത കാണിക്കും, ഞങ്ങൾ പറയട്ടെ. പറഞ്ഞതുപോലെ അല്ല, നിങ്ങൾ സഹിഷ്ണുത കാണിക്കും. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഇവിടെ സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ഹസൻ മുബാറക്കിന് നാണമുണ്ടോ ഇന്നത്തെ ദിവസം ഈ വെല്ലുവിളി പ്രസംഗം നടത്താൻ? ഹസൻ മുബാറക്കിന് നാണമുണ്ടോ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ. ഒരു വിദ്യാർത്ഥിയെ തല്ലിച്ചതച്ച് കൊന്നിട്ട് ഈ ശബ്ദത്തിൽ സംസാരിക്കാൻ നാണമുണ്ടോ? മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. നാണമുണ്ടോ ഹസൻ മുബാറക്ക് ഈ രൂപത്തിൽ സംസാരിക്കാൻ? നാണമുണ്ടോ? നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ ആ യൂണിറ്റ് പിരിച്ചുവിടെ. ഹസൻ വലിയ വർത്തമാനം പറയുന്നു. യൂണിറ്റ് പിരിച്ചുവിടെ. ധൈര്യമുണ്ടെങ്കിൽ കൊലയാളി ക്രിമിനലുകളുടെ യൂണിറ്റ് പിരിച്ചുവിടെ. അതാണല്ലോ ഹീറോയിസം. അതുകൊള്ളാം. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂറ മലമങ്കി. കൊലയാളി ക്രിമിനലുകളുടെ യൂണിറ്റ് പിരിച്ചുവിടെ. ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളും ക്രിമിനലാണ്. ക്രിമിനലുകൾക്ക് കൂട്ടു നിൽക്കുന്ന നിങ്ങളും ക്രിമിനൽപ്പെട്ട ആളാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല എനിക്ക്. എന്നാ പിന്നെ ഞാനങ്ങട്